കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് പാലക്കാട് ജില്ലയിലും. ചെറുപ്പുളശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ മരം വീണ് നിർത്തിയിട്ടിരുന്ന വാഹനം തകർന്നു. ഒറ്റപ്പാലത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വട്ടനാൽ മന്നിശ്ശേരി റോഡിൽ 4 വൻമരങ്ങൾ കടപുഴകി വീണു. വിവരങ്ങളുമായി അജിത് ബാബുവാണ് പാലക്കാട് നമുക്കൊപ്പം ചേരുന്നത്. അജിത്ത്, മരങ്ങൾ ഇങ്ങനെ വ്യാപകമായി കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട്. പാലക്കാട്ടെ സ്ഥിതി എന്താണ്? മഴക്കെടുതികൾ എത്രത്തോളം രൂക്ഷമാണ് അവിടെ? അജിത് ബാബു. വിരൽപൊട്ടൽ ശക്തമായ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഇത്തരത്തിൽ വലിയ തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളത്. നിരവധിയായിട്ടുള്ള മരങ്ങൾ കടപുഴകി വീടുകളുടെ മുകളിലേക്കാണ് വീണത്. അതുകൊണ്ടാണ് ഇന്നലെ മാത്രം 40 വീടുകളാണ് ഭാഗികമായി തകരുന്ന സ്ഥിതി ഉണ്ടായത്. അത്തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യം പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുകയാണ്. ചെറുപ്പശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ്, അതായത് ഈ പാലത്തിന്റെ പണി നടക്കുന്ന ഘട്ടത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച പാലമാണ്. അദ്ദേഹത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച പാലമാണ്. അതാണ് ഇപ്പോൾ പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ തരത്തിലുള്ള ഒഴുക്ക് ആ പ്രദേശത്തുണ്ട്. അത്തരത്തിൽ ശക്തമായ മഴയും ആ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ്. അവിടെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് കൂടാതെ നിരവധിയായിട്ടുള്ള പ്രദേശങ്ങൾക്ക് വലിയ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടി കുക്കുപാളയം UP സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകരുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് കാവശ്ശേരിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മരം കടപുഴകി വീഴുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള മരം കടപുഴകി വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇത്തരത്തിൽ ഒരു കാറിന്റെ മുകളിലേക്ക്, നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് ഇത്തരത്തിലൊരു മരം ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പാലക്കാട് ശരി അജിത്ത്, അവിടെ വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പാലക്കാടും രൂക്ഷമായ മഴക്കെടുതി ഉണ്ട്. മഴ അങ്ങനെ ശക്തമായി പെയ്യുകയാണ് കേരളത്തിൽ ഉടനീളം എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന വാർത്ത. അതുതന്നെയാണ് കേരളത്തിൻ്റെ ഒരു പൊതുവായ സ്ഥിതി എന്ന് പറയുന്നത്.